എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. അപ്പോൾ അതത് കോളേജുകൾ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ admissions.keralauniversity.ac.in/FIUGP 2024/index.php എന്നുള്ള ഈ ഒരു പേജിലാണ് ഈ ഒരു വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വേക്കൻസി പൊസിഷൻ ആസ് ഓൺ 27/8/2024 ക്ലിക്ക് ചെയ്യുക എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസീസ് ആണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ റിസർവേഷൻ സീറ്റുകളിലുണ്ടായിരുന്ന ആ ഒരു വേക്കൻസിയൊക്കെ ജനറൽ സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ഈ ഒരു രീതിയിൽ 2 കാറ്റഗറിയിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒന്നിലധികം കോളേജുകളിൽ പോയിട്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 കോളേജുകളിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾ പോകുക, ഒരു കോളേജിൽ നിങ്ങളുടെ പേരൻറ്റിനെ അയക്കാവുന്നതാണ്. പേരൻറ്റിനെ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇട്ട് ഒരു സമ്മതപത്രം നൽകേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങളുടെ രക്ഷിതാവ് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സമ്മതപത്രം തയ്യാറാക്കി നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അതായത് ഒരു കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പിയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഈ ഒരു രീതിയിൽ 2 കോളേജുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അതായത് 2ഓ അതിലധികമോ കൂടുതൽ കോളേജ് വേണമെങ്കിൽ കൂടുതൽ കോളേജുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് നാളെ രാവിലെ 11 മണിക്കേക്കാണ് ഈ ഒരു കോളേജിൽ വെച്ച് രജിസ്ട്രേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വേക്കൻസിയുള്ള കോളേജിൽ നേരിട്ട് എത്തേണ്ടതാണ്. അത് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിനിധിയെയോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 31-ാം തീയതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുന്ന അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് സ്വാശ്രയ UIT അതുപോലെ IHRD കോളേജുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ നേരിട്ട് അതായത് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ നിങ്ങൾ ഹാജരാവേണ്ടതാണ്. ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഒന്നിലധികം കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകർത്താവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കാം. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ വിദ്യാർത്ഥി ഒപ്പിട്ട ഒരു സാക്ഷ്യപത്രം നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷിതാവ് ഒരു അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ തന്നെ തയ്യാറാക്കിയുള്ള ഒരു സാക്ഷ്യപത്രം ആണ് ഹാജരാക്കേണ്ടത്. സാക്ഷ്യപത്രം തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഇന്ന കോളേജിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അതായത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ിലുള്ള നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ആളുടെ മകൻ അതായത് ഇന്നയാളുടെ പിതാവ് അല്ല അതായത് രക്ഷകർത്താവ് അല്ല എന്നുണ്ടെങ്കിൽ പ്രതിനിധി അതുപോലെ അവരുടെ പേര് എഴുതുക. അതിനുശേഷം അവർ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ആ ഒരു സാക്ഷ്യപത്രം തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം സ്പോട്ട് അഡ്മിഷന് ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷാ നമ്പർ അന്നേ ദിവസം 11 മണിക്ക് മുമ്പായിട്ട് സർവ്വശാല നൽകുന്ന ലിങ്ക് വഴി കോളേജിൽ നിന്ന് രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് സർവ്വശാല അഡ്മിഷൻ പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്ത ശേഷം അത് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കോളേജിൽ നിലവിലുള്ള ഒഴിവുകളോ റാങ്ക് ലിസ്റ്റോ അവസാനിക്കുന്നതുവരെ ഈ ഒരു അന്നേ ദിവസം തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രിൻസിപ്പാലിൻ്റെ ഒപ്പോടുകൂടി സർവ്വശാലയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ പ്രസ്തുത കോളേജ് കോഴ്സ് പ്രൊഫൈലിൽ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രഥമ പരിഗണന ഉണ്ടായിരിക്കുക. കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ നൽകിയവരുടെ അഭാവത്തിൽ മറ്റ് കുട്ടികളെ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ ഓരോ കോളേജിലും നിലവിലുള്ള വേക്കൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അത് പ്രകാരമായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC ST വിഭാഗങ്ങൾക്ക് 930 രൂപ, അതുപോലെ ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 1850 രൂപയാണ് അടക്കേണ്ടി വരിക. അതുപോലെ ഫീസ് അടക്കാനുള്ള ലിങ്ക് കോളേജ് പോർട്ടലിൽ വഴി വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ആക്റ്റീവാക്കി തരുന്നതായിരിക്കും. അത്
നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ആക്റ്റീവ് ആക്കി തരുന്നതാണ്. അതുപോലെ ഇൻഡെക്സ് മാർക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതത് കോളേജിലെ പ്രിൻസിപ്പാളിനായിരിക്കും ഈ ഒരു അഡ്മിഷൻ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക. അതുപോലെ നിലവിൽ സർവകലാശാല അഡ്മിഷൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരെ റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ സീറ്റ് ഒഴിവുള്ള പക്ഷം അഡ്മിഷൻ പോർട്ടലിലെ മാനേജ്മെൻറ്റ് കോട്ട ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അതുപോലെ ഒഴിവുകൾ നിലനിൽക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് 31-ാം തീയതി, അതായത് ഓഗസ്റ്റ് 31-ാം തീയതിക്കും കോളേജിൽ ഹാജരായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതായത് ഈ ഒരു നാളെ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോളേജിൽ വാക്കൻസി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ഓഗസ്റ്റ് 31-ാം തീയതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോവുക, അതുപോലെ ആവശ്യമുള്ള ഫീസും എടുത്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.